അമ്മേ നാരായണ, വെടി തീർന്നോ മോനെ ദിനേശ? ടയർ പഞ്ചറായി മോനെ. തന്നെ? അത് തന്നെ ഞാൻ മലയാളത്തിൽ ചോദിച്ചത്, വെടി തീർന്നോ മോനേന്ന്. ചേട്ടാ, ഈ ടയർ ഒന്ന് മാറ്റിയിടാൻ സഹായിക്കോ? ഇല്ല ഇല്ല ഇല്ലേ? ഇല്ല. എന്നാ ജംഗ്ഷൻ വരെ ലിഫ്റ്റ് താ. എനിക്ക് അർജന്റ് ആയിട്ട് വീട്ടിലെത്തണം. എന്റെ കല്യാണത്തിന്റെ പ്രശ്നമാണ്. കല്യാണോ? കൺഗ്രാറ്റ്സ്. ആരാ പെണ്ണ്? That's a good one. അച്ഛനും ഏട്ടനും കൂടി കുറെ കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടുവന്ന ഒരു ഡോക്ടറാ കക്ഷി. അവരൊക്കെ 9 മണിക്ക് അവിടെ എത്തും. അതിനു മുൻപ് എനിക്ക് അവിടെ എത്തണം. പോയി ഒന്ന് വൃത്തിയായി തേച്ച് കുളിച്ചിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് കാപ്പി ട്രീയുമായിട്ട് ഇതാ ഇങ്ങനെ നാണത്തിൽ ഷവർ ബാത്ത് ചെയ്ത് ആ ഇംഗ്ലീഷ് വൈദ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി കാപ്പി കൊടുത്തിട്ട് കാലിന്റെ തള്ളവരിൽ വെച്ച് 4 വര വരച്ചിട്ട് പിന്നെ ശരീരത്തിന്റെ അനാട്ടമി മനസ്സിലായി കൊടുക്കാൻ ഇങ്ങനെ തിരിഞ്ഞ് മന്ദം മന്ദം ഇങ്ങനെ നടന്നു പോയിട്ട് തീർന്നില്ല. അകത്ത് പോയിട്ട് അമ്മയോട് പറയണം എനിക്ക് ആ കഴുതിയെ ഇഷ്ടമായിട്ടേ ഇല്ലാന്ന്. അതെങ്ങനാടോ കാണാതെ തീരുമാനിക്കുക? എന്റെ അച്ഛന്റെ ഏട്ടന്റെയും കണ്ടുകൊടുത്തല്ലേ. ഞാൻ കെട്ടുന്നെങ്കിൽ അതൊരാണിനെ ആയിരിക്കും. അവനെ ഞാൻ തന്നെ കണ്ടെത്തും. That's a good one. കയറ്, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു. എവിടാ തന്റെ വീട്? കാളൂർ മൂപ്പലിനായിരുന്നു കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ മൂപ്പൻ എന്താ കച്ചേരിയോ? അപ്പനെന്റെ. ആ, രാമേഷന്റെ അനിയത്തിയാ? യെസ്. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഈ ലൊക്കേലിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ലായിരുന്നു, ഒരു 6 വർഷം. പുറത്തായിരുന്നോ? അകത്തായിരുന്നു, സെൻട്രൽ ജയിലിൽ. അകത്തോട്ട് കേറിയാട്ട്? ഇല്ല, മാഷ് പോയിക്കോ, ഞാൻ പോയിക്കോളാം. കേറാൻ. ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ അതെന്റെ പേരാ. വീട്ടിലമ്മ അച്ചു എന്ന് വിളിക്കും. നാട്ടിലും ചിലര് അച്ചു, അച്ചുവേട്ടാന്നൊക്കെ വിളിക്കും. എന്താ പേര്? ഇന്ദുചു. അച്ചുവേട്ടൻ. അതെന്റെ പേര്. ഞാൻ ചോദിച്ചത് തന്റെ പേര്. അനുരാധ. അനുരാധ? ഹേ, ആ പേരിലൊരു സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ, നല്ല കറുത്തിട്ട്. ആ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമേ അല്ലായിരുന്നു. പോവാമോനെ ദിനേശ? എവിടെയായിരുന്നു ഇത്ര നേരം? കാറിന്റെ ടയർ പഞ്ചറായി. പിന്നെ ഇന്ദു അല്ല അച്ചുവേട്ടന് ഒരു ലിഫ്റ്റ് തരായിരുന്നു. ഏട്ടനറിയില്ലേ? നല്ല ചോദ്യം. രാമേഷിനും ഞാനും പഴയ ഫ്രണ്ട്സ് അല്ലേ? സ്കൂൾ മേറ്റ്സ്, കോളേജ് മേറ്റ്സ്. അതുപോലെ ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പഴയ കഥകളുണ്ട്. അല്ലടാ പൂശാരി. പൂശാരി എന്ന് വിളിച്ച അവന്റെ ടെമ്പർ തെറ്റും. സ്കൂൾ ടൈമിൽ വീണ ഇരട്ട പേരാ. അനു കേറിപ്പോ. ഓ, താനെന്താ രാമേഷിന് എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തത്? ഇന്ദുചൂടാ, നീ പോ. എന്റെ പെങ്ങളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. പറഞ്ഞു തന്റെ അനിയത്തി. അവള് കൊള്ളാവടോ. തനിക്കും തൻ്റെ അച്ഛനും ഇല്ലാത്തൊരു സെൻസ് ഓഫ് ഹ്യൂമറും ഒരു ക്യാരക്ടറും ഉണ്ടാ കൊച്ചിന്. മോനെ ദിനേശ, കൊള്ളാവുന്ന വല്ലവൻ്റെ കൂടെ പറഞ്ഞു വിടാവുള്ളേ. അറിയോ നിനക്കവരെ? കോലപ്പുള്ളിയാ, കോലപ്പുള്ളി. എന്ത് ധൈര്യത്തിലാണ് നീ അവന്റെ കൂടെ വണ്ടി കയറി വന്നത്? പെണ്ണ് കാണാൻ വന്ന കൂട്ടര് നിന്നെ അവന്റെ കൂടെ കെട്ടിയെടുക്കുന്നത് കാണാൻ കൂടെ ഉണ്ടായിരുന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? ആ എണ്ണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി. പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര്. മൂപ്പില്ലാരെ എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പിഴച്ചുപോയ എത്ര പെണ്ണുങ്ങളുണ്ടോ തന്റെ തറവാട്ടില്? പറയണോ? എന്റെ ദൃഷ്ടി, എന്റെ 3-ാം കണ്ണ് തുറന്ന് തന്നെയും തന്റെ മകനെയും ഭസ്മമാക്കേണ്ടിയിരുന്നതാണ്. മറന്നിട്ടില്ലല്ലോ ഒന്നും. താൻ എന്നെ വിശേഷിപ്പിച്ചല്ലോ കൊലയാളിന്ന്. ആരാടോ കൊലയാളി? ഇവനല്ലേ അത്? പോൾ ആസാദ് എന്ന എന്റെ സുഹൃത്തിനെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പള്ളക്ക് കയറ്റി കൊന്നവൻ ഇവൻ. ഇന്ദുചൂടന് സിവിൽ സർവീസ് ലിസ്റ്റിൽ 1-ാം റാങ്ക് കിട്ടിയത് ആഘോഷിക്കുകയായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ ഈ നാറി മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത തന്തയില്ലാത്ത പണിക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. താനും മണപ്പള്ളി മാധവൻ നമ്പ്യാരും കൂടെ CI ശങ്കരനാരായണനെ കൊണ്ട് എന്റെ കയ്യിൽ വിലങ്ങ് വെപ്പിച്ചു. എല്ലാം പഴങ്കഥകളായി, കർമ്മദോഷത്തിന്റെ ശാപഫലമായി കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന എന്നെ ഒരു വെറും വാക്കിന്റെ മുന കൊണ്ടുപോലും ഇനി കുത്തി നോവിച്ചാൽ
കത്തിച്ചു കളയും ഞാൻ പച്ചയ്ക്ക്. മനസ്സിലായടോ കോപ്പിൽ നായരെ? ഭാസ്കരേട്ടാ വേണ്ട, ഇനി എന്നെ തല്ലരുത്. ഞാൻ വിളിക്കൊണ്ട് എവിടെങ്കിലും പോയി പഴിച്ചോളാം. കൊല്ലും നിന്നെ ഞാൻ നായേ. നീ അവളെ കൂടെ പിഴക്കല്ലേ? ഈ വേശ്യപ്പെണ്ണോട് നിനക്ക് പൊറുതി കൊടുക്കണ എടുക്കാം പന്നി. ഒരു പട്ടി ഇതിലാണ് പറഞ്ഞ എന്റെ കുടുംബക്കാരിയത്. ഇവനെ ഇങ്ങനെ ചന്തലിട്ട് തല്ലി ചതയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെല്ലാം വാങ്ങണ്ട. നിനക്ക് എന്താ ഭ്രാന്ത്? എനിക്ക് ഭ്രാന്താ. എന്നതിന് ചങ്ങലക്കിടും. ഭാസ്കര, എന്താ കണ്ടോ? മരിച്ചുപോയ ടൈലർ വാസന്റെ മോള. ഇതിനാരൊക്കെ ചേർന്ന് പാലക്കാടും കോയമ്പത്തൂരും കൊണ്ട് പഴിപ്പിച്ചു. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി മാറി വെച്ച പാവം പെണ്ണാവള്. ഇവളെ ഞാൻ സ്വീകരിക്കാൻ പോവാ. ഞാൻ ജോലി ചെയ്ത് പോറ്റി ഇവളെ കുടുംബത്തെയും ഭാസ്കരായിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ ഇവളെ കൊണ്ട് പോയിട്ടില്ല. എന്നിട്ട് ചെല്ലൂല. ഇതാ ഞാൻ ചെയ്ത കുറ്റം. അതിനെന്നെ അങ്ങാടിയിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചു. എന്താ ഭാസ്കരേ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇവർ ഈ വേശ്യപ്പെണ്ണ കൊണ്ട് ഈ മണ്ണിൽ പൊറുപ്പിക്കില്ല. കയ്യും കാലും തല്ലിയോടിച്ച് കുടുംബത്ത് കൊണ്ടുവിടും. ഭാസ്കരനാ പറയുന്നത്. മറ്റാരെ കണ്ടില്ല നായി ഈ വേശ്യപ്പെണ്ണിനെ. ഭാസ്കര, ഇനി നീ ആ വാക്ക് ഉപയോഗിക്കരുത്. അവളുടെ കഥകളെല്ലാം കേട്ടിട്ടും അവളെ സംരക്ഷിക്കാൻ ഭരതൻ തയ്യാറാണെങ്കിൽ അവനത് ചെയ്യട്ടെ. പിന്നെ കൈയും കാലും തല്ലിയൊടിക്കുന്ന പോയിട്ട് നീ അവന്റെ ദേഹത്ത് പോലും തൊടില്ല. ഇത് ഞാനാ പറയുന്നത്. പിന്നെ നീ എന്ത് തറവാട്ട് മഹിമയുടെ പേരില ആ പാവം പെണ്ണിനെ മറ്റേ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്? അതിന് നിനക്ക് എന്താ അർഹതയുള്ളത്? നിന്റെ ഒരു അച്ഛൻ പെങ്ങളുണ്ടായിരുന്നല്ലോ, പാവം മരിച്ചുപോയി. വയറ്റാട്ടി കാർത്തു. ഡ്രൈവിംഗ് സ്കൂൾ എന്നാ അയമ്മ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പിള്ളേർ വിളിച്ചോണ്ടിരുന്നത്. നീ എന്നെ കൊണ്ട് പഴങ്കഥയുടെ കെട്ടഴിപ്പിക്കണ്ട. നീ പോ മോനെ ദിനേശ. അവിടെ വന്ന് വണ്ടിക്കറ. വരുതാ വാ, അവളെയും കൂട്ടിക്കോ. മണപ്പള്ളിക്കാരെ പറപ്പിച്ച പോലെ പോവല്ലേ. ഇത് ഭാസ്കരനാ. കൈ എടുക്കടാ. കൈവച്ച ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും. നീ പണ്ട് കുടിച്ച മുലപ്പാലെന്ന് പുറത്തു വരും. എണീറ്റ് പായിച്ച് നോക്കണം പുല്ലേ. വേണ്ട, ഇപ്പൊ മോനെ ദിനേശ പോ.
എന്നെ മാത്രം കൊണ്ടുവന്നിട്ട് ന്യായം എന്താ സാറേ? ചെല്ലട്ടെ, ആ ന്യായം എഴുതിയ പുസ്തകം നിനക്ക് ഞാൻ വായിച്ചു തരാം. എടുത്തോണ്ട് പോയി എടുത്ത് വണ്ടി കൊണ്ടിടുവല്ലേ.